ഹലോ ഗൈസ്, നമസ്കാരം. ഇത് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ ഒരു മൊത്തം നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ആ ഒരു സംഭവം അല്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ നമ്മളൊരിക്കലും അംഗീകരിക്കാനോ അനുകരിക്കാനോ പാടില്ലാത്തൊരു കാര്യം, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ പോലത്തെ മറ്റൊരു അന്ധവിശ്വാസവും കൂടെ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വീഡിയോയ്ക്കകത്ത് ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ്, അതായത് ഗുളികൻ ചേട്ടൻ ഫാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഗുളികൻ ചേട്ടൻ ഫാൻസ് ഉണ്ടോ? അപ്പം സത്യം പറഞ്ഞാൽ ഇത് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിച്ചു, അതാരാ? അവിടെ അതിൻ്റെ താഴെ കമൻറ്റ് കാണുന്നുണ്ട്, ഒത്തിരി ചിരികളാണ്. അപ്പോൾ പറഞ്ഞു നന്ദനയുടെ അച്ചു എന്ന് പറയുന്നു. അവസാനം പറയുന്നു മൂപ്പൻ പൊന്നുവിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അവൻ ദേഷ്യം വന്നാൽ ഗുളികനാവുന്നു, പിന്നെ അവൻ്റെ വീട്ടുകാർക്കെതിരെ വരെ അവൻ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇപ്പം ഇറങ്ങിപ്പോയ ആ രണ്ടാമത്തെ കുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗുളികനെന്നും ഈ ഗുളികൻ ദേഹത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതും ഇത് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗുളിക ഭക്തി, അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ ഈ കണ്ണേർ ദോഷം മറ്റു തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ, ശാപം അല്ലേ, എല്ലാ ആൾക്കാരെ ഇങ്ങനെ ശപിക്കുക, ഇതൊക്കെ ഏൽക്കുമോ എന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അതൊക്കെ ഏൽക്കും. അത് ഏൽക്കും എന്നുള്ളൊരു കാര്യം എന്താണെന്നുള്ളത് കൂടെ തുടർന്ന് കണ്ട് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇത് നിങ്ങൾ കാണാതെ പോകരുത്. ഈ ഗോകുലിനെ പോലത്തെ ഗുളികന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ആ ഗുളികനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഗുളികനാണോ അതോ ഒരു മാനസിക രോഗമാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. ഇനി ആദ്യം ആ ഒരു വീഡിയോയുടെ ആ ഒരു ഭാഗം നമുക്ക് കാണാം. പറഞ്ഞുകൊടുക്കുന്നത് ആളെ ഈ സഹോദരിനെ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ സഹോദരിനെ അല്ല, ആ സഹോദര ബ്ലോക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇവരെ സഹോദരിയെ കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന, അഥവാ ഇപ്പൊ ഇറക്കിക്കൊണ്ടുപോയ പയ്യനെ അവർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം അത് ആദ്യം അവർ പറയുന്നത് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഈ കൂടോത്രത്തിനെ കുറിച്ചും ഈ പറഞ്ഞ ഗുളികനെ കുറിച്ചൊക്കെ വിശദമായിട്ട് കേൾക്കാം. തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. ബ്ലോക്ക് ചെയ്യാൻ കാരണം ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യാൻ പറ്റിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തുണ്ടാവും, എന്തോ ഗുളിക. അതെ, 1000 കൂടോത്രം ചെയ്തിട്ട് 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ മറ്റേ പറങ്ങാണ്ടിയില് വേതാളം വന്ന് കൂടും. അതാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഭൂമി നമ്മുടെ ഗുരുത്വാകർഷണം വരെ ഉള്ളതുകൊണ്ട് എല്ലാം താഴോട്ടാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അക്കാര്യത്തിനെ കുറിച്ച്. പിന്നെ ഇവൻ്റെ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശരിയാക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ താണ്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂടോത്രം മറ്റതും മറിച്ചൊക്കെ മാറിയിട്ട് പിന്നെ ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ചെയ്യാൻ തുടങ്ങും. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വരെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ എന്താ പറയുക, ഈ പൂച്ചയുടെയൊക്കെ തല, നമ്മുടെ പട്ടിൽ പൊതിഞ്ഞിട്ടുള്ള പൂച്ചയുടെ തല ഒരിക്കൽ ഈ തുളസി തറ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഴിച്ചെടുത്തപ്പോൾ അവിടെ അതിൻ്റെ അടി കണ്ട കാര്യം. അത് ചിലപ്പോൾ പണ്ട് ആരെങ്കിലും കുഴിച്ചിട്ടതും ആവാം, എന്തിലായി കൊണ്ടുപോട്ടെ. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ തുമ്പപ്പൂ, തുളസിപ്പൂ, അതുപോലെ തന്നെ ഈ റെഡ് കളറുള്ള നമ്മൾ എന്താണ് തെച്ചിപ്പൂ, ആ തെച്ചിപ്പൂ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിനകത്ത് കുങ്കുമം, ഭസ്മം, മുട്ട, ആ മുട്ടയിലൊക്കെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നൂല്, ചരടത്തൊക്കെ കാണും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിൻ്റെ പല വശങ്ങളിലും കടന്ന് കണ്ടിട്ടുണ്ട്, എടുത്തിട്ടുമുണ്ട്. അന്ന് എടുക്കുന്ന സമയത്തൊക്കെ ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ എടുത്തവൻ്റെ മറ്റേ അസുഖം വരും, ഇവൻ ഇത്ര ദിവസം കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും എന്നൊക്കെയുള്ള തരത്തിലാണ്. അതായത് ഒരു തരത്തിൽ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് നിങ്ങളെ ഭയപ്പെടുത്തുക, നിങ്ങളെ ഭീതിപ്പെടുത്തുക. ഈ കാര്യം പറയുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ചിന്ത, ആ ചിന്തയും കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപായം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇവർ ഈ ഒരു പരിപാടി പറഞ്ഞതുകൊണ്ടും ഇത് ചെയ്തതുകൊണ്ടുമാണ് എന്നുള്ളൊരു കാര്യം. ഇത് ശരിക്കും നിങ്ങളുടെ മനസ്സുമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നത് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കാതിരുന്നാൽ പ്രശ്നമില്ല. പക്ഷെ മനസ്സിലേക്ക് തരുന്നതിനെ മനസ്സിലേക്ക് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ എന്താണ് ചിന്ത കൊണ്ടോ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അല്ലാതെ ഈ ഒരു തേങ്ങകളൊന്നുമില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ അദാനി അംബാനിയൊക്കെ ക്ഷുദ്രം ചെയ്ത് മറ്റേ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തുകൊണ്ട് നശിപ്പിക്കാലോടെ. വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിലും ഇന്നലെ ഞാൻ പുള്ളിയുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോഴേക്കും കുറെ മാസ് പോസ്റ്റുകളൊക്കെ ഇട്ടേക്കുന്നു. മാസ് പോസ്റ്റുകൾ
മാസ് പോസ്റ്റുകളെല്ലാം ഇട്ടേക്കുന്ന ഈ പുള്ളിക്കാരൻ ഈ ഒരു സംഭവത്തിന്റെ പുള്ളിയുടെ കൂടെ ഈ ഗുളികനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണോ ഈ സംഭവം ചെയ്തേക്കുന്നത്? അയ്യോ, അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ എന്നോട് സ്നേഹത്തോടെ. പിന്നെ ഗുളികൻ, പിന്നെ പുള്ളിക്കാരൻ ഗുളികൻ എന്ന് പറഞ്ഞാൽ വിളിച്ച ഉടനെ വരുന്ന ഒരു സംഭവം, പുള്ളിക്കാരൻ ഗുളികൻ വന്നോ, ഗുളികൻ വന്നോ, ഞാൻ കൊല്ലുമേ, ഞാൻ കൊല്ലുമേ, ഞാൻ നശിപ്പിക്കുമേ. എന്തോ ആടാ അത്? എനിക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത്. ഏറ്റവും വലിയ ദിവസം ഗുളികന്റെ ഒക്കെ ഫോട്ടോ വരെ ഉണ്ടെന്നാണ്. ഡിജിറ്റൽ യുഗത്തിൽ 2025 ഗുളികൻ കാണാം നമുക്ക്. ആ കുട്ടി പറഞ്ഞു കറക്റ്റാ, ഈ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല കേട്ടോ. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആ കുട്ടിയുടെ ആ ഒരു വാക്കിനെ. ഗുളികനെ കാണാൻ പോവാ, കാണാത്തവർ കണ്ടോ? ഇതാണോ ഗുളികൻ? നിങ്ങൾ ആരെങ്കിലും ഈ ഗുളികനെ കണ്ടിട്ടുണ്ടോ? വരാഹത്തിന്റെ മേളിരിക്കുന്ന ഗുളികൻ കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ട് കമന്റ്. കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ എന്താ സ്റ്റാറ്റസ്. പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാത്തൻകാവ് കാവില് പോയി, കുട്ടിച്ചാത്തൻകാവ്, ഗുളികൻ കാവ്, ഈ ഒരു സാധനം കാണിച്ചപ്പോൾ ഇത് ഇവിടുത്തെ സ്ഥലത്തിന്റെ ഫോട്ടോ ആണെന്നൊക്കെ മനസ്സിലായി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പൊക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളുടെ ഏറ്റവും വിഷമഘട്ടത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകും. മറ്റേ എന്താ പറയുക, ചില മഠങ്ങളാണ് കുട്ടിച്ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും വെച്ചിട്ട് ആൾക്കാരെ അങ്ങ് ഇതാക്കി. അവിടെ കുറേ ചാത്തൻ സേവ, ചാത്തനുണ്ട്, ചാത്തൻ വന്ന് കുട്ടിച്ചാത്തൻ ഉണ്ടെങ്കിൽ കുട്ടിച്ചാത്തൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കോമൺ സെൻസ് മാത്രം ഒന്ന് ചിന്തിക്കുക. ഈ കുട്ടിച്ചാത്തനോ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഗുളികനോ ഇവരാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അകത്ത് ഈ ബാക്കിയുള്ളവർക്ക് അസുഖമോ രോഗങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യവും വിഷമങ്ങളും ഇതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റത്തില്ലേ? ഇതൊന്നും പറ്റാത്ത ഈ കോപ്പ് ഇതെല്ലാം അന്ധവിശ്വാസത്തിന്റെ ഇതിൽ കൊണ്ടുപോയി ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ചില സെലിബ്രിറ്റീസിന്റെ ഒക്കെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ കുട്ടിച്ചാത്തന്മാരുടെയൊക്കെ സേവയാണ്. കാരണം അവരുടെ നിൽക്കുന്ന നിലവിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ധകാരത്തിന്റെ പുറകെ പോകുന്ന സംഭവം, അന്ധവിശ്വാസത്തിന്റെ പുറകെ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഈ ഇടയ്ക്കും ഈ പറയുന്ന പ്രസ്തുത ഈ കുട്ടിച്ചാത്ത സേവ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോയ ചില ആൾക്കാരെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങൾ ഏറ്റവും വൃത്തികെട്ട സാഹചര്യങ്ങളിലൂടെ പോയി ഇതിൻ്റെയൊക്കെ പുറകെ പോയി കുറേ പൈസയും നഷ്ടപ്പെടുത്തി, സത്യം പറഞ്ഞ സമയവും കളഞ്ഞ് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, അവരൊക്കെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. എവിടെയാണ് ഈ കുട്ടിച്ചാത്തൻ രക്ഷപ്പെടുത്തിയത്? എവിടെയാണ് കുട്ടിച്ചാത്തൻ സഹായിച്ചത്? ഞാൻ എൻ്റെ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഇളയ കുട്ടി കുഞ്ഞാണ്, അവൻ്റെ 3-3.5 വയസ്സ് മാത്രമേ പ്രായമാകുന്നുള്ളൂ. പക്ഷേ മൂത്ത കുട്ടി 10 വയസ്സായ അവനോട് ഞാൻ പറയുന്ന കാര്യം, നിനക്ക് ഈശ്വരനിൽ വിശ്വസിക്കണോ? നീ വിശ്വസിച്ചോ. നിനക്ക് വിശ്വസിക്കാതിരിക്കണോ? വിശ്വസിക്കാതിരിക്കുക. നിനക്ക് അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങളിൽ പോവുക. ഇതിലൊന്നും പോകാൻ താല്പര്യമില്ലേ? പോകണ്ട. നീ എന്ത് കാര്യങ്ങൾ നിന്നോട് ഒരാൾ പറഞ്ഞിരുന്നാലും ആ ഒരു കാര്യത്തിൻ്റെ അകത്തൊരു യുക്തി നീ ചിന്തിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടോ മറ്റുള്ളവരാരും യൂട്യൂബിൻ്റെ അകത്തിരുന്ന് ഘോരഘോര പ്രഭാഷണം നടത്തുന്ന കേട്ടിട്ടൊന്നും അല്ല എൻ്റെ മോൻ മനസ്സിലാക്കേണ്ടത്. നിന്റെ ചിന്തയ്ക്കകത്ത് അതിൽ സത്യമുണ്ടോ? ഈശ്വരൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്പലത്തിൽ പോകരുത്. ഈശ്വരൻ നിന്നെ വിജയിപ്പിക്കുമെന്ന് കരുതിയിട്ട് നീ അമ്പലത്തിൽ പോയിട്ട് കാണിക്കയിടരുത്. ഈശ്വരൻ നിന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നിന്നെ ഉയർത്തുമെന്ന് കരുതിക്കൊണ്ട് നീ അവിടെ മറ്റുള്ള പൂജകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നിനക്ക് ആത്മസംതൃപ്തി കിട്ടി, കുറച്ച് സമാധാനം കിട്ടി, അവിടെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കിട്ടുമെന്ന് തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ നീ പോയി നിൽക്കൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നിരീശ്വരവാദിയാണോ? ഞാൻ എക്സ്ട്രീം ആയിട്ടുള്ള ഈശ്വര വിശ്വാസി ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ആ ഈശ്വര വിശ്വാസത്തിലല്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വരനൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. കാവുകളും ചില ആരാധനാലയങ്ങളും അവിടെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണ്, അത് കാണാൻ ഇഷ്ടമാണ്. അല്ലാതെ അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ അവരെനിക്ക് എന്തെങ്കിലും തരുമെന്നോ, അവർ നാളെ എനിക്ക് നാളെ ഒരു അസുഖം വന്നു ഈശ്വരൻ വന്ന് മാറ്റി തരുമെന്നോ, ഇവിടെ സുനാമി വന്നു അവിടെ ഈശ്വരൻ വന്ന് സുനാമിയിൽ നിന്നുള്ള അപകടപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്തുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ. നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനു ഞാൻ എതിർക്കണം? അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതല്ല അന്ധവിശ്വാസം. വിശ്വാസത്തിന്റെ ഒരു പടിയും കൂടെ കടന്ന് അന്ധമായിട്ട് മാറുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ചില അമ്പലങ്ങളുടെയും ദേവീക്ഷേത്രങ്ങളുടെയും ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിലും ഈ പ്രശ്നം പറയുന്ന കുറെ സ്ത്രീകളും ഒക്കെ കാണും. അവരുടെ ദേഹത്ത് ദേവി ഒന്ന് കൂടുമെന്നാണ് പറയുന്നത്. പിന്നീട് ചെയ്യുന്ന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ പ്രശ്നം വയ്പ്, കുറ്റം പറച്ചിൽ, നിങ്ങളുടെ എന്താണ് വീടിന്റെ തെക്കേ മൂലയെ കൊണ്ട് മറ്റവും കുഴിച്ചിട്ടേക്കണു, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ്, നിങ്ങളുടെ പഴയ കാലം മുതലുള്ള എല്ലാ മൂർത്തികളും വിരുദ്ധമായിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇന്ന പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ പൈസ എല്ലാം പിടുങ്ങി നശിപ്പിച്ച് നാമാവശേഷാക്കും. എന്നിട്ട് ഇവരുടെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നവരാണ് ഇവർ. എല്ലാ പരിപാടികളും കാണിക്കും. എന്നിട്ട് ആഭിചാര പ്രയോഗത്തിലൂടെ ഇവർ എന്തൊക്കെയോ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞ അവസാനം ഈ ആഭിചാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നരബലികൾ നടക്കുന്നു. ഈ ആഭിചാരത്തിന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട കുട്ടികൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ പലതും നടക്കും.
മനസ്സിലാവുന്നുണ്ടോ? സോ ഈ പറയുന്ന പരിപാടികളെല്ലാം അവനവൻ്റെ ജീവിത അന്നത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവനെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഇന്ന് വീഴരുത്. ബാക്കി കേൾക്കാം. കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത് മാസിലെ വീട്ടുകാർക്ക് ആർക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം ഞാൻ പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേന്റെ പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ പോയി സ്റ്റാറ്റസ് ഇട്ടിരിക്കുക. ഈ പ്രശ്നത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയി ആ അമ്പലത്തിലേക്ക് പോയിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടൊക്കെ എന്റെ അടുത്ത് കൂടിയിട്ടുണ്ട്, ഞാൻ നാളെ മുതൽ കാണിച്ചു തരാം, നിനക്കൊക്കെ നിങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് കാണുന്നില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ ഇട്ടേക്കുന്നു, അവനിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂ, എൻ്റെ ജീവിതം പോയേക്കാം എന്നൊക്കെ നിങ്ങൾ നേരിട്ടുള്ള അനുഭവങ്ങൾ പറയാം. ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അതിന്റെ ആരാധന മൂത്ത് വട്ടായ ടീമുകൾ എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ പറയാം, വട്ടായ ടീമുകൾ അറിയാം. അതുപോലത്തെ ഒരു വട്ടാണ് ഈ പറയുന്ന പ്രവൃത്തി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു റഷ്യയിലൊരു കുട്ടിയെ പേരെനിക്ക് ഓർമ്മയില്ല, റഷ്യയിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കും, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും. റഷ്യ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരമ്മയും ഒരു മകളുമായിട്ട് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു. ആ ഫ്ലൈറ്റ് തകരുന്നു. ആ ഇടിമിന്നൽ എന്ത് ഏറ്റിട്ടാണ്. അതിൽ ആ ഫ്ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. അവസാനം ആ കുട്ടി മാത്രം ഒരു രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ആമസോൺ വനാന്തരങ്ങളിലേക്ക് പെട്ടുപോകുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി രക്ഷപ്പെട്ടു. ആമസോൺ വനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ വന്യജീവികളാൽ സമൃദ്ധമായ നിബിഡമായ മഴവനമാണ്. അവിടെയാണെങ്കിൽ ഉള്ളിലേക്ക് വെളിച്ചം പോലും വരത്തില്ല. ആ സ്ഥലത്ത് 10-12 ദിവസത്തോളം ആ കുട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവരാണെങ്കിൽ ആ കുട്ടിയുടെ പേര് കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ മറന്നുപോയി. ആ കുട്ടി അവിടെ സർവൈവ് ചെയ്ത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണോ? അവളുടെ സ്വന്തം കഴിവ് കൊണ്ടും ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ ഇതുപോലുള്ള ഗവേഷണങ്ങളൊക്കെ എന്തോ നടത്തുന്ന ആൾക്കാരായതുകൊണ്ടും അതിനുള്ള ഐഡിയ ഉണ്ട്, എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ള സർവൈവൽ സ്കില്ല് കൊണ്ട് മാത്രം ആ കുട്ടി അത്രയും ദിവസത്തിന് ശേഷം ഇന്ന് അവർ വൃദ്ധയായ ഒരു സ്ത്രീയാണ്, അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഏത് ദൈവമാണ് രക്ഷപ്പെടുത്തിയത്? ഈ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഗുളികനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ത്യയും ഇതൊക്കെ അടങ്ങുന്ന ഈ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അമേരിക്ക എന്നുള്ള സ്ഥലത്ത് ഈ ഗുളികനുണ്ടോ? നമ്മൾ ഈ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉറക്കമായിരിക്കത്തില്ലേ? അപ്പോൾ ഈ ഗുളികൻ അവിടെ നിന്ന് ഇവിടെയൊക്കെ വരണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അവിടെ വിളിക്കുമ്പോൾ എത്ര ഗുളികൻ ഉണ്ടാവും? ഒന്ന് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കും. നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പഠിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അല്ലാതെ കുറേ ആൾക്കാരിരുന്ന് യൂട്യൂബിൻ്റെ അകത്തിരുന്നോ ഇൻസ്റ്റാഗ്രാമിനകത്തിരുന്നോ പുരോഗമനം പറയുന്നു എന്നുള്ള കാര്യത്തിലൂടെ ഇതെല്ലാം തെറ്റാണ്. ഇനി എത്തിയിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ എത്തിയിസ്റ്റുകളുണ്ട്, അതായത് ദൈവമില്ല എന്ന് പറയുന്നത്. ദൈവമില്ല, അത് സത്യമാണ്. കാരണം പ്രായോഗികമായിട്ട് അവർക്ക് അറിയില്ല. അതൊരു സ്വതന്ത്രമായ ചിന്തയിലൂടെ ആവണം. എന്ന് വെച്ചാൽ നിശ്ചിതമായ എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കാനും പാടില്ല. നമ്മൾ ചിന്തിക്കണം ചില കാര്യങ്ങളെങ്കിലും. അമ്പലങ്ങളും ആരാധനാലയങ്ങളും എന്നുള്ളതിൻ്റെ അപ്പുറം ചില മൂർത്തികൾ ഇങ്ങനെ ആ സങ്കല്പത്തിൽ ഇത് ചെയ്യുന്നതിലൂടെ ചില വാർദ്ധക്യത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ എത്തീസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ആ സമയത്ത് അവർ മാറിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രാമ ജപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റും. അതൊരിക്കലും നിങ്ങൾ പിന്തുടരണമെന്നോ അതാണ് ശരിയെന്നോ ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യുക. ഈശ്വരനെ വിശ്വസിക്കണോ വിശ്വസിക്കുക, വിശ്വസിക്കേണ്ട. അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. വെടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ കുട്ടി ഉണ്ടാകുമെന്നും മറ്റേ ഉരുളി കമഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗർഭം ഉണ്ടാവുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വാഴക്കൊലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് ചെയ്തിട്ടല്ലോ ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒന്നും ഇടാത്തൊരു വ്യക്തി ആള് കുറെ സ്റ്റാറ്റസ് ആരെ ഫ്രണ്ട്സുകളോട് കാരണം സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി ഈ പ്രശ്നം അന്നും മുതൽ ഈ സ്റ്റാറ്റസ് ഇടുക. പ്രശ്നം അന്നും മുതൽ ഇങ്ങനെ ഓരോന്ന് ഇടുക. എന്റെ കൂടപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വയലൻസ് എന്താന്ന്. അവരുടെ കൂടപ്പുറപ്പുകളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യണം കൂടോത്രങ്ങളെ കണക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ, സ്വന്തം കുടുംബക്കാരോട് സ്വന്തം വീട്ടുകാരോട് കൂടോത്രം ചെയ്തവനാണ് ഇവിടെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ഒരു പെണ്ണയും കൊണ്ടുപോയിട്ട് അവളോടൊപ്പം ജീവിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. നല്ലതായിട്ട് വരട്ടെ, ഞാൻ എപ്പോഴും പറയുന്നത് നല്ലതായിട്ട് വരട്ടെ. പക്ഷേ ഇവന്റെ ഈ കൂടോത്രത്തിന് നിങ്ങളാരും ട്രസ്റ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് മാനസികമായ നിലതെറ്റിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഒരിക്കലും നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോരുത്. നിങ്ങളെ രക്ഷിക്കാൻ ഒരു ഈശ്വരന്മാരും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരത്തില്ല. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഭിചാര പ്രവൃത്തിയിലൂടെയുള്ള ഒരു കാര്യം ഒരാളും വരത്തില്ല. അത് കുട്ടിച്ചാത്തന്മാരാണെങ്കിലും ശരി തന്നെ, വരാഹമൂർത്തികളാണെങ്കിലും ശരി തന്നെ, ഒരു ദൈവങ്ങളും വരത്തില്ല. ഇന്ന് വരെ വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഇനി വരാനുള്ള എവിടെയാണ്? അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകരുത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഈ 2025 ഇതുപോലുള്ള വിഡ്ഢികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയിക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇനി എന്താണ് ഈ ഗുളികൻ എന്ന് അറിയണ്ടേ? ഗുളികനെ കുറിച്ച് കേൾക്കാം, അതും അതിനെക്കുറിച്ച് പറയാനും. ഈ എന്താണ് ഗുളികൻ എന്ന് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞ എന്താണ്, അന്ധകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട്. ഉച്ചയ്ക്ക് സന്ധ്യയ്ക്കും പാതിരാ നേരത്ത് നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ഭക്തന്മാർക്ക് വന്ന് ഭവിക്കുന്ന സർവ്വദോഷങ്ങളെ ദൂരീകരിക്കുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഇത് ഗുളികൻ വന്ന് എഴുതിയതാണോ, അതോ ഗുളികനെ ഈ കണ്ട ആരെങ്കിലും എഴുതിയതാണോ, അതോ ഗുളികൻ വേറൊരാളടുത്ത് പറഞ്ഞു കൊടുത്ത് അയാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണോ? ഈ അച്ചടി ഭാഷയിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെപ്പിക്കപ്പെട്ടത് ആരിലൂടെയാണ്? ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അക്ഷരങ്ങൾ ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ ദൈവങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് ആരാണ് എഴുതിയത്? ഇതൊക്കെ എഴുതിയത് മനുഷ്യനാണ്. മനുഷ്യൻ എഴുതിയത് മനുഷ്യന് വേണ്ടി തന്നെയാണ്. ചില ഭയം, നമ്മൾ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് കാലത്ത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ വൈകുന്നേരമായി ഇരുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിമ്മിനി വെളിച്ചത്തിലൂടെയോ അല്ലെങ്കിൽ പന്തത്തിൻ്റെ വെളിച്ചത്തിലൂടെയൊക്കെ നമ്മൾ വെട്ടം കാണുന്നു. ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ, ഒരു ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർക്ക് പ്രകൃതിയെയും മറ്റുള്ള കാര്യങ്ങളിലൂടെ മാത്രം ജീവിച്ച് കൃഷിയിലൂടെയും ഒക്കെ ആണ് ഒരു വരേണ്യ വർഗ്ഗം ഉണ്ടായിരുന്നു, ഒരു അധസ്ഥിത വർഗ്ഗം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരുപാട് ആഭിചാര പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് ദൈവം എന്നുള്ളൊരു കാര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഈവിൾ എന്നുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയും അതിനെ തന്നെ ഒരു ആചാരമാക്കിയും അനുഷ്ഠാനമാക്കിയും മാറ്റിക്കൊടുക്കുക, ഒരു ഭയം എല്ലാവരിലും വിതറുകയും ചെയ്തു. നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് സംഭവിക്കും, നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കിത് സംഭവിക്കും, മറ്റൊരാൾ നിനക്കെതിരെ ഇതുപോലെ തുളസി മറ്റെന്താണ് ഈ ചുമന്ന പൂക്കളും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കിത് സംഭവിക്കും എന്ന് പറയുന്നിടത്ത് അതെനിക്ക് സംഭവിക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇതാണെന്ന് ഇത് കാരണമാണെന്ന് നിങ്ങളുടെ ചിന്തയിലൂടെ വരും. അത് ഇങ്ങനെയുള്ള അരവട്ടന്മാർ അതിനെ പറയും, കണ്ടോ ഞാൻ ചെയ്തു ഏറ്റു. ഓക്കെ, നിങ്ങൾ അന്ന് വരെ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ഗ്യാസും വരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ചെകിടടിപ്പിക്കുന്ന രീതി നിങ്ങൾ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ സൗണ്ട് കേട്ട് എന്താ വിചാരിക്കുക? അവൻ്റെ എന്താണ് ഈ സാധനം ഏറ്റവും എന്ന് വിചാരിക്കും. അത്രത്തോളം വിട്ടികളാവരുത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ തലേ ദിവസം നിങ്ങൾ കപ്പലണ്ടിയോ കടലയോ മറ്റേ എന്താണ് നമ്മുടെ ചക്കക്കുരുവോ പോലെ കഴിച്ചിട്ടായിരിക്കും അത് സംഭവിച്ചതെന്ന്. ഓക്കെ, അതുകൊണ്ട് ഈ വിദ്യാസുരന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരാളുടെ വിശ്വാസത്തിന് എതിർക്കുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരുപാട് വിശ്വസിച്ചിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിൻ്റെ വഴി കൂടെ പോവുകയാണ്. അത് എൻ്റെ വഴി, അത് നിങ്ങൾ പിന്തുടരണം ഞാൻ പറയുന്നത്. പക്ഷേ ഇത് മണ്ടത്തരം ഒരു സംഭവം. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ നാളെ മുതൽ എല്ലാ വീടുകളിലും പോയിട്ട് ആഭിചാരം നടത്തിയാൽ എല്ലാവരും മാറുമല്ലോ. സോ ബ്രെയിൻ യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഗുളികൻ ഫാൻസ് ഉണ്ടോ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.